ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ജെയിൻ ജോസഫ് സാറാണ്. നിയോ ഫിലിം സ്കൂളിൻ്റെ ഫൗണ്ടറും ഇത്രയും വർഷത്തെ കുട്ടികളുടെ മെൻറ്ററും നമ്മുടെ കരിക്കുലം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുമാണ് ശ്രീ ഡോക്ടർ ജെയിൻ ജോസഫ്. അപ്പം അദ്ദേഹത്തിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആലോചിക്കുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സിനിമയുടെ ആദ്യ ബാലപാഠങ്ങൾ ഞാനും പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്കുകളിൽ അസോസിയേറ്റ് ചെയ്യുകയും, അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പഠനം കൂടെ ശ്രീ ജെയിൻ ജോസഫിൻ്റെ കീഴിലാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. JC ഡാനിയൽ ആദ്യത്തെ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത് 1928 നമ്മളിന്ന് 2026 നിൽക്കുന്നത്. അതായത് നമ്മുടെ ബാച്ച്, ഇപ്പം ജോയിൻ ചെയ്യുന്ന ബാച്ച് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് 100 വയസ്സാവും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വലിയ സെലിബ്രേഷൻ അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടതാണെന്ന് തോന്നുന്നു. നിയോയ്ക്കും 100 വർഷം കൊണ്ട് മലയാള സിനിമ നേടിയതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. നമ്മുടെയൊക്കെ സിരകളിൽ അതുണ്ട്. ചില പേരുകൾ നമ്മുടെ ഒപ്പമുണ്ട്. പെട്ടെന്ന് നമ്മൾ കോരിത്തിരിക്കുന്ന ചില വാക്കുകളും പേരുകളും സിനിമകളുടെ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ നടന്മാരും ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസർമാരും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മലയാള സിനിമ ഇപ്പോഴും ഒരു കൊച്ച് ഹോം ഇൻഡസ്ട്രിയാണെന്ന്. അത് തന്നെയാണ് പൊതുവെ പുറമേയുള്ള ആളുകളും പറയാറുള്ളത്. ഇപ്പം ഹൈദരാബാദിൽ നിന്നൊക്കെ നമ്മുടെ ഇന്നൊരു സ്റ്റുഡൻറ്റ് വന്ന്, അപ്പോൾ അദ്ദേഹം പറയണത്, അവിടുത്തെ പ്രൊഡ്യൂസർമാർ പറയുന്നത് നല്ല സിനിമ ചെയ്യാൻ ഞങ്ങൾ കേരളത്തിൽ പൊക്കോളാം എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഭാഷ അവർക്കും ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ചെറുതായിട്ട് കൊച്ചു പടം ചെയ്തോളാം അവിടെ പോയിട്ട്. പക്ഷെ മലയാള സിനിമ ഇന്ന് അങ്ങനെ കൊച്ചുപടം അല്ല. കൊച്ചുപടത്തിൽ നിന്ന് ശരിക്കും വലുതായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വാക്ക് തന്നെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രൊഫഷണൽ? അതായത് എവിടെയാണ് മലയാള സിനിമ ഒരു ഹോം പ്രോഗ്രാമിൽ നിന്ന്, അല്ലെങ്കിൽ ഞാനും അദ്ദേഹവും മറ്റാളും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിലിരുന്ന് ചായ കുടിച്ചപ്പോൾ ഉണ്ടായ ഐഡിയയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഉണ്ടാക്കി എന്ന് പറയുന്ന വളരെ ഹോംലി ആയിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്ന് പ്രൊഫഷണൽ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് വെഞ്ചറിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയിലാണ് സത്യത്തിൽ നിയോയുടെ 18 വർഷമുള്ളത് ആ അർത്ഥത്തിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്കായിരിക്കണം നമ്മൾ നിയോ എന്നും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു വിഷനെ എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്ന, സിനിമയിൽ പ്രൊഫഷണൽ ആവുക എന്നുള്ള വിഷനെ ജെയിൻ സാർ നോക്കിക്കാണുന്നത് 2 തരത്തിൽ. ഒന്ന്, FTIയിൽ നിന്നും IIMൽ നിന്നുമൊക്കെ ഡിഗ്രികൾ നേടി ഇവിടെ വന്ന് സിനിമയിൽ, ബോംബെ സിനിമയിൽ നിന്ന് തുടങ്ങി മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട ചില സിനിമകൾ വർക്ക് ചെയ്ത പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മുതൽ സ്റ്റുഡൻസിനെ ഒരു ബിസിനസ് വെഞ്ചർ എന്നുള്ള നിലയിൽ നിയോ, എനിക്ക് തോന്നുന്നു ഇത്രയും കാലം നിലനിൽക്കുന്ന ഒരു ഒരു ഫിലിം സ്കൂൾ അധികം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോവുക, അതിൽ നിന്ന് 12,500 സ്റ്റുഡൻസിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുക. അതിൽ പലരും ഇതുപോലെ അഷ്കറിനെ പോലെയും മറ്റു പലരെയും പോലെ, അല്ലെങ്കിൽ പ്രയാഗിനെ പോലെ, അല്ലെങ്കിൽ മനുഷാജിയെ പോലെയൊക്കെ ഇങ്ങനെ ഷെയ്പ്ഡായിട്ട് ചിലർ പൊന്നിയൻ ശെൽവൻ ചെയ്യുന്നു, ചിലർ തെലുങ്ക് പടം ചെയ്യുന്നു, ചിലർ അങ്ങനെ വലിയ പ്രൊജക്റ്റുകളിലേക്ക് എത്തുന്ന ആ ട്രാക്കിനെ സാർ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്, ആ പ്രൊഫഷണൽ എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ? ഈ പ്രൊഫഷണൽ എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നത് സിബിക്കൊക്കെ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നതൊക്കെ വല്ല 2002 ആയിരിക്കും, അല്ലേ? 2002, 2003 ആയിരിക്കും. അന്ന് തൊട്ട് എന്നെ വല്ലാതെ ഉറക്കം കെടുത്തുന്നൊരു വാക്കാണ് ഈ പ്രൊഫഷണൽ. ഞാൻ പറഞ്ഞ അത് ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച്. അതിൻ്റെ പ്രധാന ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിബി നേരത്തെ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഇരുന്നു ആലോചിച്ചു, ചിന്തിച്ചു, അപ്പോൾ ഞാൻ അങ്ങനൊരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ഏരിയയാണ്. ആർട്ടിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൽഫ് എന്നുള്ള രീതിയിലാണത് അത് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഞാനെന്ന വ്യക്തി ആ ഒരു സെൽഫായിട്ട്, ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് എ പ്രൊഫഷൻ, അതൊരു കൊളാബറേറ്റീവ് സ്പേസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടീം വർക്ക് ചെയ്യുമ്പോൾ
അതിലിപ്പോൾ സിനിമയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു 25ഓളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. നമുക്ക് വളരെ കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷബിളായിട്ടുള്ള 22 മുമ്പ്, ഇപ്പോൾ AI വന്നു, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അത് പ്രൊലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ 25 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണൽസ് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എവ്രി വൺ ഹാസ് ടു ഹാവ് ദെയർ ഓൺ സ്പേസ്. ആ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ജോലി നന്നാക്കി ഞാൻ ചെയ്യുമ്പോൾ തന്നെ അപരനെ അയാളുടെ ജോലി നന്നാക്കി ചെയ്യുകയും അവിടെ ഒരു സിനർജി ഉണ്ടാവുകയും 1+1 becomes 11 not 2 എന്നൊക്കെ പറയുന്നൊരു സ്പിരിറ്റാണ് ഈ പ്രൊഫഷൻ ഓർ ബീയിങ് പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു സംഗതി വരുന്നത്. അപ്പോൾ ഈ വാക്ക് ശരിക്ക് വന്നിട്ടുള്ളത് ആദ്യകാല വൈദിക ആശ്രമങ്ങളിൽ നിന്നാണ് ഈ പ്രൊഫഷൻ എന്നുള്ളൊരു വാക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അത് വർക്കിംഗ് ഫോർ ദി അതർ, ആ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നൊരു ഏരിയ ആണ് ഈ പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു സ്പേസ് വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി എൻറ്റയർ സിസ്റ്റം നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്, വിച്ച് വി കോൾ സിസ്റ്റമിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇതിലുള്ള ഓരോരുത്തരുടെയും റോൾ എന്താണ്, ഈ റോളിലേക്ക് ഞാൻ എവിടെയാണ് പ്ലഗ് ഇൻ ചെയ്യേണ്ടത്. ഞാനതിനെ ഒരു വരിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് അതേഴ്സ് ഓൾസോ ടേക്ക് ഡിസിഷൻസ് ഫോർ ദം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് എക്സ്പ്രഷനിൽ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും അതത്ര ഭംഗിയുള്ളൊരു ബന്ധമല്ലാതെ മാറുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് പ്രൊഫഷണലായിട്ട് ഉള്ളൊരു സെറ്റിംഗ് എന്ന് പറയുന്നതിൽ എല്ലാവരും എന്താ പറയുക, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവ്രി വൺ വിൽ ബി ഹാപ്പി, എവ്രി വൺ വിൽ ബി ടീമിങ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നൊരു സ്പേസാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ ബീയിങ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എങ്ങനെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ ഒരുക്കാം എന്നതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈദ്യർ എന്ന് പറയുന്നൊരു സംഗതി എടുക്കുക. അപ്പം ഈ വൈദ്യർ മുൻപ് ചികിത്സ നടത്തുന്ന സമയത്ത് കൂടെ അസിസ്റ്റൻസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അടുത്തുള്ള വീടുകളിൽ നിന്നാവാം, അവരുടെ ബന്ധുക്കളാവാം, അവരുടെ മതത്തിൽ നിന്നോ ജാതിയിൽ നിന്നൊക്കെ ആവാം, അവർ ഒപ്പം താമസിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് അതൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഇതൊരു ഈ പറയുന്ന പ്രൊഫഷൻ ആയി മാറുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ടീമിംഗ് ഉണ്ടാവുന്നുണ്ട്, പല വിഭാഗത്തിലുള്ളവരായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ കരിക്കുലം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആ സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഞാനെപ്പോഴും ഈ 3 ഇൻ്റലിജൻസ് ആയിട്ടാണ് അതിനെ പറയാറുള്ളത്. ഫസ്റ്റ് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22-25 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ സിനർജറ്റിക്കായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ്. അത് കഴിഞ്ഞ് അതിൻ്റെ മീതയ്ക്ക് എത്തുമ്പോൾ സിസ്റ്റമിക് ഇൻ്റലിജൻസ് ഉണ്ടാവണം. ഈ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവണം. അതും കൂടി ഉണ്ടെങ്കിൽ ആണ് മൂന്നാമത്തത് പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക ഇത് ഇത്ര മണിക്കൂർ കൊണ്ട് ഈ സീൻ തീരും, ഈ സ്ക്രിപ്റ്റ് ചെയ്താൽ അത് ഹിറ്റാവും എന്നൊക്കെ പറയുന്ന പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസിലേക്ക് എത്തുക. അപ്പോൾ ഈ 3 ലെവലുകളിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഞാൻ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്തത്. കരിക്കുലം ഇപ്പോൾ നമ്മളെപ്പോഴും പറയും കരിക്കുലം അല്ലെങ്കിൽ സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പലതരത്തിൽ അതിനെ തിരിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം ആലോചിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ തമിഴിലായാലും ഒക്കെ ഉണ്ടായിരുന്നൊരു രീതി എന്ന് പറയുന്നത് ഒരു ടീം, ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളിലുള്ള ഹൈറാർക്കി ലെവലിലുള്ള ഒരു സംഘം, ഒരു സിനിമാറ്റോഗ്രാഫർ അയാൾക്കൊരു സംഘം. ഈ സംഘങ്ങളാണ് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നത്. ഒരു ആശാനും ശിഷ്യന്മാരും ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യരും ശിഷ്യന്മാരും എന്ന അവസ്ഥയിലാണ്. അതെ. അപ്പോൾ അന്ന് അത് ഞാനൊക്കെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഞാനും അങ്ങനെ തുടങ്ങി വെച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പം നമ്മൾ ശരിക്കും ചെയ്തിരുന്നത് അന്ന് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള സ്പേസുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ശേഷമാണ് യൂട്യൂബൊക്കെ അത്ര മാസ്റ്റർ ക്ലാസ്സസും പുസ്തകങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ DVD നമുക്ക് അന്ന് ആകെ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള കൊച്ചു പരിപാടികളുള്ളൂ. അല്ലാതെ
വേറെ മൾട്ടി ലെവൽ ലേണിംഗ് പരിപാടികളൊന്നുമില്ല, ഒരു സിംഗിൾ സോഴ്സ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഈ അന്ന് നമ്മൾ ഒരു കാര്യം നമ്മുടെ ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ചെയ്യുന്നത് കാണുന്നു, ഇപ്പോൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ചെയ്യുന്നത് കാണുന്നു, നമ്മളത് കണ്ടുപിടിക്കുന്നു, നമ്മളത് ചെയ്യുന്നു. അതിൽ ശരിക്കും വളരെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് പലപ്പോഴും പിന്നീട് നല്ല ഡയറക്ടേഴ്സായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം സിബി മലയിൽ സാറിൻ്റെ കാര്യമോ പ്രിയദർശൻ സാറിൻ്റെ കാര്യമോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും അങ്ങനെ ഒരുപാട് കാലം സിനിമയിൽ അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തവരല്ല. അവരങ്ങനെ അങ്ങോട്ട് വന്ന ആ ഒരു 1, 2, 3 പടം കഴിഞ്ഞപ്പോൾ ജോഷ് സാറിനൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ 2, 3 പടങ്ങൾ കഴിഞ്ഞ് അങ്ങോട്ട് നേരെ അവർ സിനിമകളിൽ ചെയ്യുകയും അന്ന് അതിനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതിങ്ങനെ വന്ന് പലരും ഇങ്ങനെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് കയറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പഠിച്ചവരാണ്. അപ്പം ആ ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് ഞാനിങ്ങനെ ആദ്യം ആലോചിക്കാറുണ്ട്. എന്തായിരിക്കും അതിൻ്റെ പ്രൈമറി റീസൺ, ആ ഷിഫ്റ്റ് ഉണ്ടായതിൻ്റെ? അതിനെയാണോ ശരിക്കും പ്രൊഫഷണൽ ആവുക എന്ന് പറയും? അതിൻ്റെ ഒരു രീതിനെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? അല്ല, ആ ഷിഫ്റ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിബി സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അവരെല്ലാം നവോദയ എന്ന് പറയുന്നൊരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ നവോദയ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ഒരു ബോർഡ് വെച്ച് ഫീസ് വാങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ദാറ്റ് വാസ് എ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം വേർ ഡയറക്ഷൻ ടീം വാസ് ദർ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടീം വാസ് ദർ, ഈ പറയുന്ന എല്ലാ ടീമുകളും ഉണ്ടായിരുന്നു, അവർ തമ്മിൽ ചർച്ചകൾ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടുള്ളൊരു വലിയ നിര സംവിധായകർ നമുക്കുണ്ട് അല്ലേ. ഫാസിൽ സാറ് തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 2 പേര്, പിന്നെ രാജീവ് കുമാർ സാറ്, അങ്ങനെ ഒരുപാട് പേര് ആ സ്കൂളിലുണ്ട്. അപ്പോൾ അത് ഇത്തരം ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പഠിക്കാൻ പറ്റുന്നതിന് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ടെക്നോളജി ഹാസ് ബിക്കം വെരി യൂസർ ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പൂനെയിൽ പഠിക്കുമ്പോൾ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ, സിനിമ പഠിക്കാൻ പോകണമെങ്കിൽ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇപ്പോൾ ഡയറക്ഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 8 സ്റ്റുഡൻസ്, ആഫ്രോ ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള 2 സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 8 പേർക്ക് ഒരു കൊല്ലത്തിലവിടെ അഡ്മിഷനുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള യാതൊരു അവസരവുമില്ല. രണ്ടാമത്, ടെക്നോളജി യൂസർ ഫ്രണ്ട്ലി ആയി എന്ന് പറയാൻ കാര്യം, അല്ലെങ്കിൽ ഇക്കണോമിക്കലായി എന്ന് പറയാൻ കാര്യം, എനിക്കൊക്കെ തോന്നുന്നത്, ഞാൻ പൂനെയിൽ പഠിച്ചപ്പോൾ, ഞാൻ സിനിമാറ്റോഗ്രാഫിയാണ് പഠിച്ചത്, 3 വർഷമാണ് പഠിച്ചത്. അന്നത്തെ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എൻ്റെ മീതെ സെൻട്രൽ ഗവൺമെൻറ് ഒരു 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് കൊഡാക്കിൻ്റെ ഫിലിമിലാണ്. അപ്പോൾ ഡിജിറ്റൽ ക്യാമറയിലെ പോലെ റേസ് ചെയ്തിട്ട് പിന്നെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് ഒരു 30 കൊല്ലം മുമ്പത്തെ 25 ലക്ഷം രൂപയെ ചിന്തിച്ചാൽ മതി. ആൻഡ് യു നീഡഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹ്യൂജ് സെറ്റപ്സ്. ഒരു ലാബ്, ഫിലിം ലാബ് ഉണ്ടാവണം, സ്റ്റുഡിയോ ഫ്ലോസ് എന്ന് പറയുന്ന ആ ലെവലിലുള്ളത് ഉണ്ടാവണം, ഇലക്ട്രിക്കൽ ലൈറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ പവറും വാട്ടേജും ഒക്കെ ഹോൾഡ് ചെയ്യാവുന്നുള്ള ജനറേറ്റർ ഫെസിലിറ്റി വേണം. സോ ഇറ്റ് വാസ് എ ബിഗ് ഗെയിം. അപ്പോൾ അവിടെ നിന്ന് അന്നൊക്കെ ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോയാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഐ സ്റ്റഡീഡ് അറ്റ് FTI ഫ്രം 95 to 98. അപ്പോൾ ആ സമയത്ത് പിന്നെ രണ്ടാമതൊരു സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല. ഫെസ്റ്റിവൽസിൽ പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഫെസ്റ്റിവൽസും കുറവായിരുന്നു. അപ്പോൾ ഈ FTIയിൽ നമ്മളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൈവ്സിൽ നിന്ന് ഫിലിം എടുത്ത് കൊണ്ടുവന്ന് മെയിൻ തിയേറ്ററിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയിൽ നിന്നും ആ പ്രൊജക്ടറും എല്ലാം നമ്മൾ ചെറുതായിട്ട് സ്കൂട്ടറിൽ ബാഗിലിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിയോ തുടങ്ങാൻ പറ്റിയത്. ഞാൻ പറയുന്നത്, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. കാരണം അല്ലാതെ ഒരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ളൊരു മാസീവ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തിക്ക് നിയോ തുടങ്ങാൻ പറ്റുമായിരുന്നില്ല. ബട്ട് വെൻ ദിസ് ഡിജിറ്റൽ ടെക്നോളജി പാർട്ട് കെയിം, ഈ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെറുതായി കഴിഞ്ഞപ്പോൾ ഫോർ എൻ ഇൻഡിവിജ്വൽ ലൈക്ക് മീ ഇറ്റ് വാസ് പോസിബിൾ ടു സ്റ്റാർട്ടഡ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദി നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓൾസോ പ്രൊലിഫറേറ്റഡ്. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അവിടെ പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. അതിനനുസരിച്ച് പിൽക്കാലത്ത് മാർക്കറ്റും വലുതായി.
അപ്പോൾ ഇതെല്ലാം ഒരു 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 സൈക്കിളാണ്. ഒരു ഫാക്ടർ മറ്റതിനെ ലീഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതൊക്കെ ഒരുമിച്ച് പലയിടങ്ങളിൽ സംഭവിക്കുന്നത് അവസാനം അത് ഇറപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു എന്ന് മാത്രം. ഇതെല്ലാം സൈലൻ്റ്ലി ഓരോ കോമ്പോണൻറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ഏരിയ എനിക്ക് മനസ്സിലായതാണ്. ഒന്ന്, ടെക്നോളജി അത്രയും ഇക്കോണമിക്കലായി. രണ്ട്, ഈ ഓഡിയോ വിഷ്വൽ ഇൻഡസ്ട്രി എന്നുള്ളത് അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ആയാലും ട്രെയിനിങ് ഫിലിംസ് ആയാലും കോർപ്പറേറ്റ് വീഡിയോസ് ആയാലും ഒക്കെ ആയിട്ട് എണ്ണം കൂടുകയും ഉണ്ടായി. നമ്മൾ ഇപ്പം 2000-ത്തിലധികം എൻ്റെ ഇപ്പോൾ റീസെൻ്റ് കണക്കനുസരിച്ച് 2300-ഓളം സ്റ്റുഡൻസാണ് ഇപ്പോൾ ഇതുവരെ നിയോയിൽ നിന്ന് പാസ് ഔട്ടായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിനൊരു അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ പയനിയറിങ് നടക്കുന്നുണ്ട്. ഒന്ന്, 18 മാസമാണ് ഇത് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു. അതൊരു പയനിയറിങ് ആണ്. ആദ്യം 2 കൊല്ലമായിരുന്നു, അത് 18. അപ്പോൾ അതൊരു ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. എന്താണ് ആ ഡിസിഷൻ്റെ? അപ്പോൾ അങ്ങനൊരു 3 ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ച് ഞാൻ നേരത്തെ സിബി ചോദിച്ചതിൽ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് ആ സമയത്ത് തോന്നിയിരുന്നു. അതായത് സിലബസ്, ടോപ്പിക്സ്, കരിക്കുലം എന്ന് 2-3 വാക്കുകൾ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസും കരിക്കുലവും കോഴ്സും പ്രോഗ്രാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും സിലബസ് ഡിസൈൻ എന്ന് നമ്മൾ പറയാറില്ല. സിലബസിൽ ടോപ്പിക്സ് ഉണ്ടാവും, ഇന്ന ടോപ്പിക്സൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. പക്ഷേ കരിക്കുലം ഈസ് എ ഡിസൈനേഴ്സ് വെഞ്ചർ, ഇറ്റ്സ് എ ഡിസൈനേഴ്സ് പ്രോജക്റ്റ്, ഇറ്റ്സ് കരിക്കുലം ഡിസൈൻ. അപ്പോൾ കരിക്കുലം ഡിസൈനിൽ ഈ സമയം വരുന്നുണ്ട്, എങ്ങനെ പഠിപ്പിക്കണം, പെഡഗോജി വരുന്നുണ്ട്. ഇതെല്ലാമായിട്ട് എത്ര ഡ്യൂറേഷൻ്റെ ഒരു കോഴ്സ് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു സ്റ്റുഡൻറ്റിൽ സംഭവിക്കേണ്ട ഒരു കോഴ്സ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് അവൻ്റെ സ്കില്ലിൽ എന്ത് മാറ്റം വന്നു, അല്ലെങ്കിൽ അവൻ്റെ ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഏരിയയിൽ എന്ത് മാറ്റം വന്നു എന്നൊക്കെ പറയുന്നൊരു ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം മെറ്റിക്കുലസ് ആയിട്ടാണ് നമ്മൾ ഈ കരിക്കുലവും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. And I can very the word is not proud, I can very humbly say that we update that curriculum every 6 months. കാരണം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ അത്രയും സ്പീഡിലായതുകൊണ്ട് തന്നെ നമ്മളതിനൊപ്പം ഓരോ 6 മാസത്തിലും കാര്യമായ ചേഞ്ച് നമ്മുടെ കരിക്കുലത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും ശരിക്കും സിനിമ ഇപ്പോൾ ഒരു സിനിമ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ആദ്യം കിടപ്പുണ്ട്. അത് അഡ്രസ്സ് ചെയ്യണവർ അഡ്രസ്സ് ചെയ്യട്ടെ, അഡ്രസ്സ് ചെയ്യേണ്ടാത്തവർ അഡ്രസ്സ് ചെയ്യേണ്ട. സിനിമ പഠിക്കാൻ വരുമ്പോൾ ശരിക്കും ഞാൻ എന്താ പഠിക്കേണ്ടത്? ഡയറക്ഷൻ പഠിക്കണം. ശരി, ഡയറക്ഷൻ ഞാൻ എന്താ പഠിക്കേണ്ടത്? അല്ലെങ്കിൽ സിനിമോഗ്രാഫി പഠിക്കണം. അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു വളരെ യങ്സ്റ്ററായിട്ടുള്ളൊരു ഒരു സിനിമോഗ്രാഫർ, അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ സിനിമ ചെയ്യാം, ഞാൻ ലാൽജോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചോദിക്കും, ഗ്യാപ്പ് കിട്ടുന്ന സമയം. എന്നെക്കാളും സത്യത്തിൽ ആൾ പ്രായം കുറവാണ്, അപ്പോൾ എനിക്ക് പുതിയ ആളുമാണ്. അപ്പോൾ നമുക്ക് ആ വലിയ ഈഗോ ക്ലാഷ് ഒന്നും ഇല്ലാതെ ചോദിക്കാവുന്നൊരു ഫ്രീഡം ഉണ്ട്. ആളെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കും, അല്ലടാ പിന്നെ അനീഷ് ലൈറ്റ് ചെയ്യുന്നു, അതെനിക്ക് മനസ്സിലായി, അനീഷ് ഗംഭീരമായിട്ട് ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഭാഷ ഫോക്കസ് പുള്ള് ചെയ്യണം, വിജയേട്ടൻ ക്രെയിൻ തള്ളുന്നു, പിന്നെ എല്ലാവരും മറ്റു പല പല പരിപാടികൾ ചെയ്യുന്നു. സത്യത്തിൽ ഒരു സിനിമാഗ്രാഫർ എന്നല്ലല്ലോ നീ എന്താ ചെയ്യണേ എന്ന് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനപ്പാവൻ ചിരിച്ച് തള്ളിയെങ്കിലും പിന്നെ ഒരിക്കലൊരു മറുപടി എനിക്ക് തരേണ്ടായി. അതായത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എല്ലാം ആ സെറ്റപ്പൊക്കെ ആവുന്നതിന് മുന്നേ, അപ്പോൾ ലാൽജു സാറിൻ്റെ രീതി അനുസരിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി, നമുക്ക് എവിടെ നിന്ന് ക്യാമറ വെക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാം എന്ന് സിനിമാഗ്രാഫർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ്. ആളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സിനിമാഗ്രാഫർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് എവിടെ എന്ത് എന്നൊക്കെ ഉള്ളത്. പിന്നെ അവസാനം ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു വലിയ ഓപ്പൺ എയർ സ്പേസാണ്. അപ്പോൾ ആ സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഒപ്പം ഈ സിനിമാഗ്രാഫേഴ്സ് നടക്കുമ്പോൾ ഒപ്പം ഒരു ടീം ഉണ്ടാവുമല്ലോ, ലൈറ്റ് യൂണിറ്റിലെ ആളുകൾ, ക്രെയിനിൻ്റെ ആളുകൾ, അസിസ്റ്റൻസ്, അങ്ങനെ മറ്റൊരുപാട് പേരുണ്ടാവും. ഇപ്പം ഞങ്ങൾ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉണ്ടാവും. അവിടെ ചെന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നിട്ട് ആൾ പറഞ്ഞു ഇവിടെ ക്രെയിനിടുക, അപ്പോൾ ഒരു ആം വയ്ക്കുക, അങ്ങനെ ഒരു കൃത്യം കണക്ക് പറയണം. അപ്പോൾ ഇത് വയ്ക്കുക, അതിൽ മറ്റേ ക്യാമറ വയ്ക്കുക, ആ ലെൻസ് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് കാലത്ത് നമ്മൾ 8 മണിക്കുമ്പോൾ ഷോട്ട് എടുക്കണം, അപ്പോൾ അതാണ് മറ്റു പരിപാടി. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ ഇത് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട്
എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ചെയ്യണ പണി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുണ്ടായി. കാരണം അങ്ങനെ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ സിനിമാറ്റോഗ്രാഫിയെ പറ്റിയിട്ട്. അപ്പം സത്യത്തിൽ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യം വരും, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ കരിക്കുലം, അല്ലെങ്കിൽ അതാണോ അതിൻ്റെ രണ്ടും രണ്ട് ചോദ്യമാണ്. ഏത് ഈ കരിക്കുലം ഇതാണോ എന്നുള്ളൊരു ചോദ്യം, രണ്ട് എന്താണ് ഇതൊക്കെ എന്ന് പറയുന്ന ചോദ്യം. എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ടെൽ യു പ്യുവർലി ഇറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫർ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഉണ്ടായത്. അയാളൊന്നും ചെയ്തില്ല. ഈ ക്രെയിൻ ഇവിടെ ഇടട്ടെ, അല്ലെങ്കിൽ അവിടെ ഒരു 4 ബിറ്റ് ട്രാക്ക് ഇടാം, എന്നിട്ട് അത് ഇങ്ങനെയാണ് ഇടേണ്ടത്, ഇതായിരിക്കണം സ്റ്റാർട്ടിങ് പോയിൻ്റ്, അതായിരിക്കണം എൻഡ് പോയിൻ്റ് എന്നെല്ലാം ഇയാൾ ഡിസിഷൻസ് എടുത്തേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയും ഓപ്പറേറ്റീവ് ക്യാമറമാനും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് DOP വിൽ ബി ഓപ്പറേറ്റിംഗ് ദി ക്യാമറ. പണ്ട് നമ്മളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് അങ്ങനെയെങ്കിലും ക്യാമറയായിട്ട് ഒരു ബന്ധമുണ്ടെന്നെങ്കിലും വിചാരിക്കുക. ഇപ്പോൾ DOP ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ തൊടേണ്ട ആവശ്യമില്ല, ഓപ്പറേറ്റീവ് ക്യാമറമാൻ ഉണ്ടാവും. അപ്പോൾ ആ DOP എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസിഷൻസാണ് എടുക്കുന്നത്. ഡയറക്ടർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്യാമറാമാന് സാധാരണഗതിയിൽ ക്യാമറ ഉണ്ടാവും. ഇനി ഒരു അസോസിയേറ്റ് ക്യാമറാമാന് ഒരു ലൈറ്റ് മീറ്ററോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ തൂക്കിയിടാനുണ്ടാവും. ഇപ്പോൾ സ്പോട്ട് എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും. അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ എന്നിവർക്ക് പാഡോ കാര്യങ്ങളോ ഐപാഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഒരു ഉപകരണവുമില്ലാതെ ലൊക്കേഷനിൽ വെറുതെ നിൽക്കുന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഒന്ന് ആലോചിക്ക്, ഇയാളുടെ കയ്യിൽ ഒരു സാധനമില്ല, പേന പോലും ഇല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പേനയും പാഡും മേടിച്ച് കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിൽ പേന പോലും ഇല്ല. ബട്ട് ഹീ ഈസ് ദി വൺ ഹൂ ഈസ് ടേക്കിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ഡിസിഷൻസ് എവ്രി അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആസ്പയറിങ് ഡയറക്ടേഴ്സിനോട് പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോൺഫിഗറേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഹൗ മെനി ഡിസിഷൻസ് യു ക്യാൻ ടേക്ക് പെർ മിനിറ്റ് ഓർ പെർ അവർ. ദിസ് ഡിസൈഡ്സ് വെദർ യു വിൽ ബി എ ഡയറക്ടർ ഓഫ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഓഫ് 30 seconds or a director of a feature film of like medium complexity of 2 hours or of a feature film of like mega complex feature film running for 2.5 hours. You will be taking lakhs of decisions. I am not exaggerating it. I am saying lakhs of decisions. 22 ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 22 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 15 ഡിപ്പാർട്ട്മെൻറ്റുകാരെങ്കിലും ഓരോ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടാവില്ലേ? ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്പീഡ് ഒന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞൊരു കോസ്റ്റ്യൂമുകാരനോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആ ഡയറക്ടർ അവിടെ വന്നത്. ആ ഡയറക്ടറുടെ കാര്യം സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാമല്ലോ ആക്ടർ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്, ഈ പറയുന്ന ക്യാമറാമാൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും എന്തോ ഒരു സംഭവം അവിടെ സോൾവ് ചെയ്യാനുണ്ടല്ലോ. ഈ പ്രോസസ്സിങ് സ്പീഡുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കോൺഫിഗറേഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് ദി ജോബ്. It's not a legwork. It's not a physical labor which you do in creative profession. It's the decision-making power, how fast you can take decisions, and how much right decisions you can take within a given time and space. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ തന്നെ ഒരു ഫോർമുലേറ്റ് ചെയ്തൊരു ഡെഫിനിഷനാണ്, ക്രിയേറ്റിവിറ്റി ഈസ് ഐഡൻറ്റിഫൈങ് n number of possibilities and choosing the most appropriate one in given time and space. അത് പിന്നെ എപ്പോഴോ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഈ ഗിവൺ ടൈം ആൻഡ് സ്പേസിൽ നിങ്ങൾക്കൊരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? ആ അപ്രോപ്രിയേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. യു കാൻ ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. യു ആർ ടേക്കിംഗ് എൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ആൻഡ് യു ആർ മേക്കിംഗ് ഇറ്റ് റൈറ്റ് ബൈ ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഈ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് n number of possibilities coming in to you. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയില്ലേ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഡയറക്ടേഴ്സിനെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ക്യാമറാമാൻമാരെ കണ്ടിട്ടില്ലേ? അപ്പോഴൊക്കെ ഞങ്ങൾ ക്യാമറാമാൻമാർ, എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ദൈവം ഹുക്കിൻ്റെ രൂപത്തിൽ വരുമെന്ന് പറയും.
കഴിഞ്ഞാൽ പണ്ട് നമ്മൾ സ്റ്റുഡിയോസിലൊന്നല്ലല്ലോ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, ഔട്ട്ഡോറിലൊക്കെ അല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില നല്ല വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് ബാക്ക് ലൈറ്റ് കൊടുക്കും, മുകളിൽ എങ്ങനെ ലൈറ്റ് പിടിപ്പിക്കുന്നു ഒരു വഴിയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു ആശേരി മറന്നു വെച്ചാൽ എന്തോ ഒരു ഹുക്ക് അവിടെ നിൽക്കണ്ടാവും, അതുമ്മ നമ്മൾ വെക്കുക എന്നുള്ളതാണ്. സോ ഈ പോസിബിലിറ്റീസ് നമ്മുടെ ഉള്ളിൽ കത്തണം. ദിസ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റീവ് പ്രൊഫഷൻ. അപ്പോൾ ഇത് കത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് കോച്ചിങ് ഫോർ എ ക്രിയേറ്റീവ് പ്രൊഫഷൻ ദാറ്റ് വി ആർ ഡെവലപ്പിംഗ് ദ സ്കിൽ. ഡെവലപ്പിംഗ് ദ സ്കിൽ ഈസ് നോട്ട് ഇറ്റ്സ് നോട്ട് എ ക്രിയേറ്റീവ് തിങ്. അത് വളരെ ഫിസിക്കലായിട്ടുള്ളൊരു 6 മാസം പഠിക്കൂ ജോലി കിട്ടൂ എന്ന് പറയുന്നൊരു കാര്യമാണ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയയാണ്. പക്ഷേ ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ക്രിയേറ്റീവ് പ്രൊഫഷണൽ യു ഹാവ് ടു ഇവോൾവ് പേഴ്സണലി. ഞാൻ എപ്പോഴും നിയോയുടെ കരിക്കുലത്തിൽ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ്. ഒന്ന്, ഡിസ്കവർ യുവർ യുണീക്നെസ്. ഡിസ്കവർ യുവർ യുണീക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായിരിക്കാം, പക്ഷെ സിനിമയിൽ ഈ പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ ആവാനാണോ ഇഷ്ടം, ഡയറക്ടർ ആവാനാണോ ഇഷ്ടം, എഡിറ്റർ ആവാനാണോ ഇഷ്ടം, VFX ആർട്ടിസ്റ്റ് ആവാനാണോ ഇഷ്ടം, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ഒന്ന് തെറ്റിയാൽ തന്നെ യുവർ ലൈഫ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട്. കൃത്യം സ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഫിറ്റിനായില്ലെങ്കിൽ ഈ ജിക്സോ പസിലിൽ പീസസ് വയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെക്കി കുത്തിപ്പിടിച്ച് നമുക്ക് ആ സ്പേസിലേക്ക് വെക്കാൻ പറ്റുമായിരിക്കും, ബട്ട് ദാറ്റ് കിൽസ് ദി ബ്യൂട്ടി ഓഫ് ഇറ്റ്. അപ്പോൾ ഈ നമ്മുടെ യുണീക്നെസ് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു ആ യുണീക്നെസ് തിരിച്ചറിയുന്നതോട് കൂടിയിട്ടാണ് ഇത് അനായാസമായ ഒരു കാര്യമാവുന്നത്. അത് ജസ്റ്റ് കംസ് വിത്ത് ദി ഫ്ലോ ആൻഡ് യു ആർ ജസ്റ്റ് പെർഫോമിങ്, ഡിസിഷൻസ് ആർ ജസ്റ്റ് ഫ്ലോയിങ് ത്രൂ യു ആൻഡ് പീപ്പിൾ ജസ്റ്റ് വണ്ടർ ലൈക്ക് ഹൗ ക്യാൻ ദിസ് പേഴ്സൺ മേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡെസിഷൻ ദാറ്റ് ടു സോ ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങളുടെ യുണീക്നെസ്സിലായതുകൊണ്ടാണ്. ഇഫ് യു പ്ലേസ് ദിസ് പേഴ്സൺ ഇൻ സം അതർ ഫീൽഡ് people will say that how dumbo this guy is. അല്ലേ, ഇപ്പോൾ സിബി വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ചിലപ്പോൾ വേറൊരു നിസ്സാര ജോലിയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര മണ്ടന്മാരായിരിക്കും അല്ലേ. പക്ഷേ ദേ ആർ ലക്കി ടു ബി ഇൻ ദാറ്റ് പ്രിസൈസ് സ്പേസ് വേർ ദെയർ യുണീക്നെസ് ഈസ് നീഡഡ് ആൻഡ് വേർ ദി യൂണിവേഴ്സ് ഹാസ് ബ്രോട്ട് ദം ടു ദാറ്റ് പ്ലേസ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഞാൻ പേഴ്സണൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. വേർ വി ഐഡൻറ്റിഫൈ ദി റൈറ്റ് പ്ലേസ് വേർ ഐ ആം സപ്പോസ് ടു ബി ഇൻ ആൻഡ് ബാക്കി ഈ പറയുന്ന കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ഒക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്, ആ പേഴ്സണൽ എവല്യൂഷനിൽ നിന്നാണ്. സോ അവർ കരിക്കുലം പ്രൈമറിലി ഫോക്കസ് ഓൺ പേഴ്സണൽ എവല്യൂഷൻ. പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി നേരത്തെ സിനിമാറ്റോഗ്രാഫറുടെ ഉദാഹരണം പറഞ്ഞതിലേക്ക് ഞാൻ എത്തുന്നത് അവിടെയാണ്. കാരണം ക്യാമറ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച് അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ അറിയുന്ന അറ്റൻഡേഴ്സ് കൂടെ വന്നിട്ടുണ്ട് ഇല്ലേ. സിബിക്ക് അതുകൊണ്ടാണ് സംശയം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അത് കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ട്, ലൈറ്റ് എടുത്ത് വയ്ക്കാൻ ആൾക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ ക്യാമറാമാൻമാരിൽ തന്നെ പെർ ഡേ 25 ലക്ഷം രൂപ വാങ്ങുന്ന ക്യാമറാമാൻമാരുണ്ടല്ലോ, കൺഫ്യൂഷൻ അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇതേ ക്യാമറ ഉപയോഗിക്കുന്ന വേറെ ക്യാമറാമാന് പൈസ കിട്ടാത്തവരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ക്യാമറയല്ല എൻ്റെ പ്രശ്നം. ശരിക്കും ഇപ്പം നമ്മുടെ ഷൂട്ടിംഗ് സ്പേസിൽ ആശാന്മാരുടെ കൂടെ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പഠനവും നമ്മുടെ സ്കൂളിൽ ഇപ്പം ഞാൻ സാർ അത് ഇപ്പം പേഴ്സണൽ എവല്യൂഷനെ പറ്റി പറഞ്ഞു, കരിക്കുലത്തെ പറ്റി പറഞ്ഞു, നമ്മൾ എന്താണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ പേഴ്സണെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 പഠനവും തമ്മിൽ എങ്ങനെയായിരിക്കും നമ്മൾ വേർതിരിക്കുക? സ്കൂളിലെ പഠനം, 1.5 വർഷത്തെ പഠനം, എനിക്ക് പലപ്പോഴും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്, ഒരു അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫറായിട്ട്, ഒരു അസിസ്റ്റൻറ്റ് എഡിറ്ററായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു 3-4 വർഷം, ചിലപ്പോൾ അതിൽ കൂടുതലും വർഷം ആ പ്രോഗ്രാമിൽ പഠിക്കും. അതായത് പ്രോഗ്രാമിൽ ഇൻ ദ സെൻസ് ആശാൻ്റെ കൂടെ പഠിക്കും, ആ സ്കൂൾ ഓഫ് തോട്ടിൽ പഠിക്കും. ഇവിടെ പക്ഷേ എന്തുകൊണ്ടോ 18 മാസം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രോഗ്രാം വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ആ സ്ഥാനത്തെ അവിടെ നടക്കുന്ന ഈ 5 വർഷത്തെ പ്രോഗ്രാമിന് ഈ 18 മാസം കൊണ്ട് നമുക്ക് സ്ക്വീസ് ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. 2, ഈ 2 പഠനങ്ങളും തമ്മിൽ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഒന്ന്, ഈ ഞാനിപ്പോൾ FTAയിലും ഒക്കെ പഠിച്ചതുകൊണ്ടും ഒക്കെ
നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്കൂൾ ഓഫ് തോട്ടിൽ എന്ന് പറഞ്ഞില്ലേ, ആ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലാണല്ലോ. ആ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരു 360 ഡിഗ്രി എന്ന് പറയുന്ന ഒരു വലിയ വട്ടത്തിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 360 ഡിഗ്രിയിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു 15% ഉണ്ടാവും. ആളുടെ ഒരു സ്റ്റൈല്, ആളുടെ ഒരു നോളജ് പാർട്ട്, ഇതെല്ലാം കൂടുന്നൊരു ഒരു ഒരു പോർഷൻ ഉണ്ടാവും. ആ പോർഷനിൽ മാത്രമാണ് ഈ സ്റ്റുഡൻറ്റ് ഗ്രൂംഡ് ആവുന്നത്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അത് 360 ഡിഗ്രിയും എക്സ്പ്ലോറബിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫിലിംസ് ഹി സീ, ദി ഡിസ്കഷൻസ് ഹി വിൽ ഹാവ് വിത്ത് അതർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 180 സ്റ്റുഡൻസ് ആണല്ലോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 180 പേരും 12 ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഈ 12 ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ ഓരോ നീഡുകളും അവരുടെ ഡിസ്കഷൻസും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ കൂടിയിട്ടാണ് ഇവൻ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു എക്സ്പോഷർ എന്ന് പറയാം, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൻ്റെ എക്സ്പോഷർ വളരെ കൂടുതലായിരിക്കും. അവിടെ നിന്ന് അയാളുടെ ഒരു സ്റ്റൈല് രൂപപ്പെട്ട് വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈല് രൂപപ്പെട്ട് വരാം. രണ്ടാമത്തെ പോയിൻ്റ് ഈ പറയുന്ന 18 മാസത്തിലേക്ക് എന്തുകൊണ്ടാണ് ചുരുക്കുന്നത് എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ ടൈം കംപ്രഷൻ എന്ന് വിളിക്കാം. അതാണ് ഒരു വാക്ക്, കുറച്ചുകൂടി നല്ല വാക്കൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്തായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു വാക്ക് ടൈം കംപ്രഷൻ എന്നുള്ളതാണ്. യു ആർ റെഡ്യൂസിങ് ദി ടൈം. അതിലെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അരണി കടയില്ലേ, ഈ അരണി കടയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ലോവിൽ കടഞ്ഞിരുന്ന് ഇടയിലൊന്ന് ചോറുണ്ണാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കടഞ്ഞ് പിന്നെ ഒന്ന് പുറത്ത് പോയി സിനിമ കണ്ടു വന്നിരുന്ന് പിന്നെ കടഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ 10 കൊല്ലമൊക്കെ കടഞ്ഞാലും അതിൽ തീ ഉണ്ടാവണമെന്നൊന്നുമില്ല. അതൊരു കണ്ടിന്യൂസ് ഇൻറ്റൻസ് പ്രോസസ്സാണ്. ആ ഇൻറ്റൻസ് പ്രോസസ്സിലാണ് അത് ഇഗ്നൈറ്റഡ് ആവുന്നത്. അവിടെ നമ്മളത് ഒരു ഓപ്പൺ അപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. പക്ഷെ അത് ഇൻറ്റൻസ് ആക്കണമെങ്കിൽ the design should be so strong, so focused, with lot of team members. അതുകൊണ്ട് നിയോയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്, പക്ഷേ ഒരു എക്സ്പെൻസീവ് ക്വാളിറ്റിയാണ് 35 പേരുടെ സ്റ്റാഫ് മെമ്പർ ടീം എന്ന് പറയുന്നത്. കാരണം ഈ 35 പേരും കണ്ടിന്യൂസ് ആയിട്ട് ഈ 18 മാസത്തിലൂടെ ഈ സ്റ്റുഡൻറ്റ് കടന്നു പോകുന്നതിന് ഷേപ്പപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആയാലും ഓരോ ലെവലിലും. ആൻഡ് ദ 18 month is so intense. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയിലാണ് ഈ എന്താ പറയുക ഇത് ഇഗ്നൈറ്റഡ് ആവുന്നത്. അപ്പം നമുക്ക് ആദ്യം 2 വർഷത്തെ കോഴ്സായിരുന്നു. പക്ഷെ കൊറോണ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഇത്രയും ട്യൂട്ടോറിയൽസും BTSകളും ഒക്കെ വന്നിട്ട് ഒരുപാട് ധാരണയുണ്ട്. നമ്മൾ തുടക്കത്തിൽ സിബിയുടെ തുടക്കത്തിലും ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയാലോ, ഇമെയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാറുള്ളത്. ഇത് 2017 വേർ ഇറ്റ് വാസ് നോട്ട് വെരി റെയർ. ഇമെയിലൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും. പക്ഷേ ഒരുപാട് പേർക്ക് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കുന്ന വലിയ അധ്വാനമുള്ള ജോലി എന്ന് പറയുന്നത് ഇമെയിൽ ID ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പം ആ ഒരു കാലം കഴിഞ്ഞു. കൊറോണയോട് കൂടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളും നോക്കിക്കഴിഞ്ഞപ്പോൾ 18 മാസം, കാരണം ഇത് ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് കോച്ചിങ് പ്രോഗ്രാം. അപ്പോൾ 2 വർഷത്തെ ഒരു ലോഡ് എടുക്കുന്നതിന് പകരം 18 months നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ. സോ ദി ബെനിഫിറ്റ് ഫോർ ദി സ്റ്റുഡൻറ്റ് ഈസ് പിന്നത്തെ 18 മാസമോ അല്ലെങ്കിൽ ഹീ സ്റ്റാർട്ട്സ് ഏണിങ്. അല്ലാതെ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കഴിയേണ്ട കാര്യമില്ല. അപ്പം അത് നമ്മളിപ്പോൾ ടൈം പ്രൂവണാണ്, ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞതിനെ ഒന്ന് ആഡ് ചെയ്യാൻ തോന്നിയത്, ഞാൻ 2 ഭാഗവും വർക്ക് ചെയ്തത് ഉണ്ടായിട്ടുള്ള ഒരാൾ, അതായത് ഒഫീഷ്യലായിട്ടുള്ളൊരു പഠനവും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പഠനവും ഉണ്ടായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഡസ്ട്രി ഈസ് ബേസിക്കലി എ പ്ലേസ് ഫോർ ബിസിനസ്. അവിടെ 1 മിനിറ്റിന് വാല്യൂ ഉണ്ട്. ഒരു ഷോട്ടിന് ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ഞാനിങ്ങനെ കണക്ക് നോക്കുന്ന ഒരാളാണ്, ഏകദേശം 1 ലക്ഷം രൂപ വരും. കാരണം ഇപ്പോൾ സിബി പ്രത്യേകിച്ച് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നുള്ള റോളിലെത്തിയത് കൊണ്ട് കൃത്യമായിട്ട് ഈ കണക്കുകളൊക്കെ നോക്കേണ്ടി വരും. ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയോളം വരും. 2000 ഷോട്ട് റഫലി ഉണ്ടാവും. ഒരു ചില സിനിമകൾ 1500, ചില സിനിമകൾ 2500, പക്ഷേ ഓൺ ആൻ ആവറേജ് 2000 ഷോട്ട് നമുക്കുണ്ടാവും. 2000 ഷോട്ട് ഒരു 20 കോടി രൂപ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ എത്ര രൂപ എന്നുള്ളത് സിമ്പിളായിട്ട് 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം നമുക്ക് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ ആൾ വന്ന് അതിൻ്റെ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂട്ടർക്ക് വന്ന്
അതിൻ്റെ പെർസെൻറ്റേജ് പ്രൊഡ്യൂസർക്ക് വരണമെങ്കിൽ 1,00,000 രൂപ പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ വരണമെങ്കിൽ 2,000 പേര് തിയേറ്ററിൽ കയറണം. ഇറ്റ്സ് എ ഗ്രേറ്റ് കാൽക്കുലേഷൻ. ഞാൻ പറഞ്ഞ ഈ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ സൂക്ഷ്മതകളിലേക്കുള്ള സഞ്ചാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1,00,000 രൂപ ഇവിടെ ചിലവഴിക്കുമ്പോൾ 2,000 പേര് ഇവിടെ വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ 2,000 ഷോട്ട് കൂടിയിട്ടാണ് ഒരു സിനിമ ഉണ്ടാവുമെന്ന് പറയുന്ന ആ കാഴ്ചയില്ലേ, ആ കാഴ്ചയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ക്രിയേറ്റീവ് പ്രൊഫഷനിലേക്ക് നമ്മൾ. കാരണം മറ്റേതൊരു വലിയ സിനിമ എന്ന് പറയുന്ന ഒരൊറ്റ യൂണിറ്റിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് ഈസ് ലൈക്ക് ബ്രോക്കൺ ഡൗൺ ടു ലൈക്ക് പീസസ്, 2,000 പീസുകൾ ചേർന്നിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എന്ത് കോസ്റ്റ് വരും? ലൈക്ക് പെർ ഡേ ഡിവൈഡഡ് ബൈ മേ ബി കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇത് കാൽക്കുലേഷൻ എങ്ങനെയാണ്? സിമ്പിൾ കാൽക്കുലേഷൻ എടുത്താൽ നമ്മൾ ഇപ്പോൾ മലയാള സിനിമ, വൃത്തിയുള്ള ഒരു മലയാള സിനിമ വിത്ത് ആൻ ആർട്ടിസ്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ 20 കോടി രൂപയോളം വേണം. 10 കോടി മുതൽ 20 കോടി രൂപ വരെ വേണം നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് വേറൊരു കണക്കുണ്ട്. ആ കണക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഭയങ്കര ദൂരത്തിലേക്കൊക്കെ സിനിമ പോകാറുണ്ട്. നമ്മുടെ ഇപ്പം നിയോയുടെ പഠനങ്ങളിൽ അത്തരം പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം നമുക്കൊരു ദിവസം അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ 3 മിനിറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ 45 ദിവസം മതി നമുക്കൊരു സിനിമ തീർക്കാനായിട്ട്. 3 മിനിറ്റ് ഒരു ദിവസം അച്ചീവ് ചെയ്താൽ, അതായത് ഫൈനൽ എഡിറ്റിൽ, അതായത് സ്പോട്ട് എഡിറ്റിൽ 3 മിനിറ്റ് ഫൈനൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് 45 ദിവസം മതി. പക്ഷെ ആ 45 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് നിന്ന് നമ്മൾ 100 ദിവസത്തിലേക്കും 130 ദിവസത്തിലേക്കും പലപ്പോഴും 150, 160 ദിവസത്തിലേക്ക് മാറുന്നതിൻ്റെ കാരണം സത്യത്തിൽ അറിവില്ലായ്മയോ പ്ലാനിങ് ഇല്ലായ്മയോ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്തോ ഒരു ബിസിനസ് പ്രോഗ്രാമല്ല, അതൊരു ക്രിയേറ്റീവ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രിയേറ്റീവ്ലി ഹൗ യു പ്ലാൻ ഇറ്റ്. അപ്പം ആ പ്ലാനിങ്ങിലേക്കുള്ള ട്രാവലും കൂടിയാണ് പലപ്പോഴും നിയോയുടെ ക്ലാസ്സസ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കുട്ടികളെ. അപ്പം ഒരു പ്രൊഫഷണൽ ഉണ്ടാക്കുന്നതിൽ ഈ മണി മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ് കാരണം സിനിമയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തിലെ മറ്റെല്ലാ കലകളും രഹസ്യത്തിൽ ചെയ്യുന്നതാണ്. മറ്റൊരു വിത്ത് ഭൂമിയുടെ അടിയിൽ മുളയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ, ഇരുട്ടിൽ മുളയ്ക്കുന്നത് പോലെ നമ്മൾ ഇരുട്ടിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്, ഇരുട്ടിലാണ് എഴുതുന്നത്, ഇരുട്ടിലാണ് ബാക്കി എല്ലാതരം ആർട്ടും നമ്മൾ അതിൻ്റെ ഏകാന്തതയിലാണ് നടക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് മാത്രമാണ് പുറത്ത് നടക്കുന്നത്. നാടകമായാലും ഏകാന്തതയിലാണ് നടക്കുന്നത്, പാട്ടായാലും എല്ലാം ഏകാന്തതയിൽ നടത്തുക, അതിൻ്റെ പെർഫോമൻസ് പുറത്ത് നടക്കുന്നതേ ഉള്ളൂ. സിനിമ പുറത്താണ് നടക്കുന്നത്, എന്നിട്ട് ഏകാന്തതയിലാണ്. ഇതിൻ്റെ ഈ റിവേഴ്സ് ഉണ്ടല്ലോ, ഈ റിവേഴ്സാണ് പലപ്പോഴും പേഴ്സണൽ എവല്യൂഷൻ അത്യാവശ്യമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യന്. ഞാൻ മൂന്നാമത്തെ പോയിന്റ്, നേരത്തെ ഈ 2 സ്കൂളുകൾ തമ്മിലുള്ള 2 സ്കൂൾ ഓഫ് തോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞതിൽ, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണൽ എവല്യൂഷൻ സംഭവിക്കുന്നേ ഇല്ല. മേ ബി പേഴ്സണലി പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ ഡാമേജ്ഡ്. ഞാൻ നേരത്തെ സിബി പറഞ്ഞ ഒരു കാര്യത്തിലുണ്ടായിരുന്നു, കണ്ടറിയുകയാണ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് ആ നേരത്തെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഇതാണ്, പലപ്പോഴും കണ്ടറിയുക മാത്രമല്ല, കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. ഒരു സെൽഫ് എസ്റ്റീമിനൊക്കെ എത്തുന്ന ഇത് പഠിക്കാതെയൊക്കെ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീമിന് ഉണ്ടാകുന്ന ഡാമേജ് കണ്ട് ഞാൻ തന്നെ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ FT എന്നൊക്കെ വന്നതുകൊണ്ട് മേ ബി അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ കടന്നു പോയിട്ടില്ല. ബട്ട് ഐ ക്യാൻ ഓൾവേസ് സീ ഇറ്റ് അറൗണ്ട് ലൈക്ക് ഹൗ പീപ്പിൾ ആർ ട്രീറ്റഡ് അറ്റ് എ ലോവർ എൻഡ്. കാരണം അത് പേഴ്സണൽ എവല്യൂഷൻ സംഭവിച്ചാൽ തന്നെ മാത്രമേ ആ സീനിയർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ചീഫ് ആവുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അസിസ്റ്റൻസിൻ്റെ നമ്പർ എടുത്തിട്ട് അതിൽ നിന്ന് സക്സസ്ഫുൾ ഡയറക്ടറായവരുടെ കൺവെർജൻസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർഡ്ലി 0.001%. പക്ഷേ അത് തന്നെ നമ്മൾ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക്, നമ്മൾ നിയോ ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലുള്ളൊരു പ്ലാറ്റ്ഫോം ആവട്ടെ, അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഫോർ നിയോ ഇറ്റ് ഈസ് 98%. ഇതൊരു വലിയ കാര്യമല്ലേ, അതൊരു വലിയ നമ്പറാണ്. അപ്പോൾ പലപ്പോഴും മറ്റടുത്ത് വരുന്ന ആ ഒരു 0.01% എത്തുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ദി നോർമൽ നോഷൻ ഈസ് ദിസ് ഈസ് എ ഡേഞ്ചറസ് കരിയർ, നീ പോയാൽ രക്ഷപ്പെടില്ല. ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അവിടെയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ ടൈം പ്രൂവണായിട്ട് നമ്മൾ എത്തിയില്ലേ. അപ്പോൾ ആ പ്രൊഫഷണലിസം കോച്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. അതായത് ഈ പറയുന്ന കൊഴിഞ്ഞു വീഴാതെ, വഴിതെറ്റിപ്പോകാതെ,
ആ ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കേണ്ടതുണ്ടെന്നും അവൻ്റെ എല്ലാ മാനസികാരോഗ്യത്തോടും കൂടി അവിടെ എത്തണം എന്നുള്ളൊരു പോയിൻ്റാണ് നിയോയുടെ ഒരു മർമ്മം. താങ്ക് യു സാർ. ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ നിയോയും ആ കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് ജെയിൻ സാറുമായിട്ട് സംസാരിക്കണം എന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഈ സംസാരം പോലും നമ്മളെപ്പോഴും നടത്താറുള്ള നമ്മുടെ കൊച്ചു സംഘങ്ങളിൽ നടത്താറുള്ള ചർച്ചകളുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് എന്നാണ് നമ്മളിതിന് പേര് കൊടുക്കുന്നത്. ആ പേര് ജെയിൻ സാറിൻ്റെ തന്നെ ഒരു കോയിനിങ് ആണ്. സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട്, നമുക്ക് പറയാനുള്ളത് നേരിട്ട് പറയുക, അതിലൊരു വേറെ മറകളില്ലാതെ പറയുക എന്ന് തന്നെയാണ് ഈ പ്രോഗ്രാം സത്യത്തിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ് നമ്മൾ കടന്നത്. ജെയിൻ സാറിന് താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു സോ മച്ച് ദ ടീം. താങ്ക് യു.